നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ ഇന്നിത് ചർച്ചയ്ക്കെടുക്കുമെന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിക്കേണ്ട സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന് ഗവർണറുടെ മുൻകൂർ അനുമതി ഇതുവരെയും ആയിട്ടില്ല. കുസാറ്റ്, മലയാളം, KTU സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ഇപ്പോൾ തീരുമാനം വൈകുകയാണ്. 3 ബില്ലുകളും മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മുൻകൂർ അനുമതി ആവശ്യമായ സാഹചര്യമാണ് ഉള്ളത്. ഭേദഗതി ബില്ലിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വിപുലമായ അധികാരം നൽകിയതാണ് ബില്ലിനുള്ള അനുമതി വൈകാനുള്ള കാരണമായത്. മറ്റ് 5 സർവകലാശാല ഭേദഗതി ബിൽ ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ അനുമതി വേണ്ട. രാജ്ഭവൻ മുൻകൂർ അനുമതി ഇല്ലെങ്കിലും സ്പീക്കർ റൂളിംഗ് നൽകിയാൽ ബിൽ അവതരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബിൽ പാസാക്കിയാലും ബില്ല് ഗവർണർ ഒപ്പിടണം. എങ്കിൽ മാത്രമേ അത് പാസ്സാകുകയുള്ളൂ. അപ്പോൾ ഗവർണർ ഒപ്പിടുമോ എന്ന ഒരു ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. എന്തായാലും ഇന്ന് ഇത് നിയമസഭയിൽ കൊണ്ടുവരുന്നത് ഗവർണറുടെ അംഗീകാരമില്ലാതെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല, കൊച്ചി സർവകലാശാല, മലയാളം സർവകലാശാല എന്നിവയുടെ നിയമ ഭേദഗതിക്കായി ഒരു സെറ്റ് ബില്ല് ഗവർണർക്ക് സർക്കാർ സമർപ്പിച്ചിരുന്നു. ചട്ടപ്രകാരം ഇതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയായിരുന്നു നൽകിയത്. എന്നാൽ കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളുടെ നിയമ ഭേദഗതിക്കുള്ള ബിൽ ഗവർണർക്ക് സമർപ്പിച്ചിട്ടുമില്ല. എന്തായാലും ബജറ്റിനെ കുറിച്ചുള്ള പൊതു ചർച്ചയ്ക്ക് ശേഷം നിർത്തിവെച്ച ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ഇന്ന് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. CPM സംസ്ഥാന സമ്മേളനം പ്രമാണിച്ച് ബുധനാഴ്ച മുതൽ സമ്മേളനത്തിന് വീണ്ടും ഇടവേളയാണ്. 10-ാം തീയതി വീണ്ടും ചേരും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാൻ അനുവദിക്കുന്ന ബില്ലും സർവകലാശാല ഭേദഗതി ബില്ലും ഇന്ന് മന്ത്രി ബിന്ദു ആണ് അവതരിപ്പിക്കുക. സർവകലാശാല കാര്യങ്ങളിൽ പ്രോ ചാൻസലർ എന്ന നിലയിൽ ഇടപെടുന്നതിന് മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് സർവകലാശാല ഭേദഗതി ബിൽ. 2 ബില്ലുകളും ഇന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും. സമ്മേളനം അവസാനിക്കുന്ന 25-നാണ് ഇവ പാസ്സാക്കുക. ഈ ആഴ്ച 2 ദിവസമാണ് സമ്മേളനമുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കൊലപാതകങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ലെജിസ്ലേറ്റീവ് സമ്മേളനം തുടങ്ങുന്നത്. ലഹരി മരുന്ന് ഉപയോഗം വ്യാപിക്കുന്നതും കൊലപാതകങ്ങളും അക്രമങ്ങൾ പെരുകുന്നതും ക്രമസമാധാന തകർച്ചയായി പ്രതിപക്ഷം ഉന്നയിക്കും. ഈ പ്രശ്നത്തിൽ തിങ്കളാഴ്ച സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. ആശാ വർക്കർമാരുടെ സമരത്തിന് സഭയിലും പ്രതിപക്ഷം പിന്തുണ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളായിരിക്കും ഭരണപക്ഷത്തിന്റെ പ്രധാന ആയുധം. ബജറ്റിൽ വിവിധ വകുപ്പുകൾ നീക്കിവച്ചിരിക്കുന്ന പണം ചെലവിടുന്നതിനുള്ള ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്യാൻ ഇത്തവണ 7 ദിവസം അനുവദിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. അതേസമയം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ മന്ത്രി R. ബിന്ദുവിന് ഗുണമാകുന്ന പുതിയ വകുപ്പ് എഴുതി ചേർത്തു എന്ന ആരോപണം ഈയിടയ്ക്ക് ശക്തമായിരുന്നു. കോർപ്പറേഷൻ മേയർ, മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികളിൽ നിയോഗിക്കപ്പെടുന്ന സ്വകാര്യ കോളേജ് അധ്യാപകർക്ക് പ്രസ്തുത പദവിയിലിരിക്കുന്ന കാലയളവ് ഔദ്യോഗിക അവധിയായി കണക്കാക്കുന്ന പുതിയ വകുപ്പ് അക്കാദമിക് മികവിനുള്ള നിയമ ഭേദഗതികൾക്കൊപ്പം പുതുതായി കൂട്ടിച്ചേർത്തു എന്ന ആരോപണം ശക്തമാണ്. എയ്ഡഡ് കോളേജ് അധ്യാപകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ട് കേരള സർവീസ് ചട്ടങ്ങളിൽ 2021 ഭേദഗതി വരുത്തിയിരുന്നു. പക്ഷേ അതിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ തുടരുമ്പോൾ തന്നെ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാക്കുന്നതിനാണ് ാണ് ആക്ഷേപം ശക്തമാകുന്നത്. 2005 മുതൽ 2010 വരെയുള്ള 5 വർഷം R. ബിന്ദു തൃശൂർ കോർപ്പറേഷൻ മേയറായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മന്ത്രി തൃശൂർ കേരളവർമ്മ കോളേജിൽ സ്വമേധയാ വിരമിച്ചിരുന്നു. നിയമ ഭേദഗതി വരുന്നതോടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് മേയർ പദവിയിലെ കാലയളവ് കൂടി പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് കണക്കാക്കി വർദ്ധിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനാകുമെന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഇത്തരത്തിലൊരു ആരോപണവും കൂടി ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.